1979 ഈ വർഷത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി ഭരതൻ സംവിധാനം ചെയ്ത തകര റിലീസ് ചെയ്തത് ഈ വർഷമാണ്. തകര വലിയ ഹിറ്റായി മാറി. തകരയുടെ പ്രത്യേകത സുരേഖ എന്ന നടിയായിരുന്നു. സുരേഖ ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ. ചില തെലുങ്ക് ചിത്രങ്ങളിൽ മുഖം കാട്ടിയ സുരേഖയെ ഭരതൻ കണ്ടെത്തി തകരയിൽ നായികയാക്കി മാറ്റി. തകരയിലെ സുഭാഷിണി എന്ന കഥാപാത്രം സുരേഖ മതിമറന്നു തന്നെ അഭിനയിച്ചു. തകരയുടെ ഹൈലൈറ്റ് കഥയും തിരക്കഥയും മാത്രമായിരുന്നില്ല, സുരേഖയുടെ മേനി പ്രദർശനം കൂടിയായിരുന്നു. ഈ ചിത്രത്തിൽ സുരേഖ പല രംഗങ്ങളിലും അടിവസ്ത്രം ധരിക്കാതെയാണ് അഭിനയിക്കുന്നത്. പ്രത്യേകിച്ചും അതിലെ ഒരു ഗാനരംഗമുണ്ട്, കുടയോളം ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനരംഗം. ആ ഗാനരംഗം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കടൽത്തിരകൾ വന്ന് സുരേഖ ഉടുത്തിരുന്ന വസ്ത്രം മാറ്റുമ്പോൾ അടിവസ്ത്രമില്ലാത്തതിൻ്റെ വ്യക്തമായ കാഴ്ച ആ ഗാനരംഗത്തിൽ ലഭിക്കും. തകര വലിയ ഹിറ്റായിരുന്നു. തകരയിലൂടെ പ്രതാപോത്തനും സുരേഖയും ശ്രദ്ധിക്കപ്പെട്ടു. തകര കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. അക്കാലത്ത് ഇങ്ങനെ രതിരംഗങ്ങളുള്ള ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകർ തള്ളിക്കളയുമായിരുന്നു. പക്ഷേ തകര കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്തു. തകരയ്ക്ക് ശേഷം സുരേഖ കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ആരൂഢം, അങ്ങാടി, എല്ലാം ഇമ്പമയം, ഗ്രീഷ്മജ്വാല, തടാകം, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, നവംബറിന്റെ നഷ്ടം, ഈ നാട്, ഞാൻ ഏകനാണ്, ജോൺ ജാഫർ ജനാർദ്ദനൻ തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലൊക്കെ തകർപ്പൻ പ്രകടനമാണ് സുരേഖ കാഴ്ചവെച്ചത്. സുരേഖയുടെ വ്യത്യസ്ത കഥാപാത്രമായിരുന്നു നവംബറിന്റെ നഷ്ടത്തിലെ നാത്തൂൻ കഥാപാത്രം. സമനില തെറ്റിയ നാത്തൂനെ മറ്റൊരു നാത്തൂൻ എങ്ങനെ പരിരക്ഷിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായി ആ ചിത്രം. തകരയിലെ സുഭാഷിണി അഭിനയ സാധ്യതയുള്ള വേഷമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് തകരയിലെ സുഭാഷിണിയെ കവച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു വേഷം സുരേഖയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ആ വേഷം, അങ്ങനെ ഒരു വേഷം ലഭിക്കാത്തത് കൊണ്ട് തന്നെ സുരേഖ ചതുരക്കള്ളികളിൽ ഒതുങ്ങിപ്പോയി. തകര വലിയ ഹിറ്റായി. തകരയിലൂടെ സുരേഖ വലിയൊരു നായികയായി മാറുമെന്ന് മലയാളത്തിലെ പല നിരൂപകരും എഴുതി. പക്ഷേ പിന്നീട് അങ്ങോട്ട് സുരേഖയ്ക്ക് തകരയെ മറികടക്കുന്ന, തകരയിലെ സുഭാഷിണിയെ മറികടക്കുന്ന ഒരു വേഷം ലഭിച്ചില്ല. മലയാളത്തോടൊപ്പം തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലും ഒക്കെ അക്കാലത്ത് സുരേഖ അഭിനയിച്ചു. എല്ലായിടത്തും ശരീര പ്രദർശനം കാട്ടാനായിരുന്നു സുരേഖയുടെ വിധി. ആ വിധിക്ക് മുമ്പിൽ സുരേഖ കീഴടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ ശ്രീനിവാസനെ കല്യാണം കഴിച്ച് സിനിമാ രംഗത്തോട് വിടവാങ്ങി സുരേഖ. അവർക്ക് കാതറിൻ എന്ന ഒരു മകളുണ്ട്. പക്ഷെ പിന്നീട് സുരേഖ മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നു. അതിനിടയിൽ സുരേഖ ചെന്നൈയിൽ ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചു. ചെന്നൈ മീഡിയ പ്ലസ് എന്ന അഡ്വർടൈസ്മെന്റ് കമ്പനി. ചെന്നൈ മീഡിയ പ്ലസ് പല സീരിയലുകളും നിർമ്മിച്ചു. അങ്ങനെ സുരേഖ ബിസിനസ് രംഗത്ത് വലിയൊരു വിജയം തന്നെ ആഘോഷിച്ചു. സുരേഖയ്ക്ക് മലയാള സിനിമയിൽ തിരിച്ചു വരണമെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അവർ ബിസിനസിന്റെ തിരക്കിലാണ്. ബിസിനസിന്റെ തിരക്കൊഴിയുമ്പോൾ അവർ അഭിനയ രംഗത്തേക്ക് വരുന്നുണ്ട്. തമിഴ് സിനിമയിലും സീരിയലുകളിലും ഒക്കെ അവർ അഭിനയിക്കുന്നുണ്ട്. അത്ര തിരക്കിന്റെ ലോകത്താണ് സുരേഖ ഇപ്പോൾ. MBA ഒന്നും സുരേഖ പഠിച്ചിട്ടില്ല, പക്ഷേ ബിസിനസ് നന്നായി അറിയാം. വർഷങ്ങൾക്ക് ശേഷം കേരള കൗമുദി ആഴ്ചപ്പതിപ്പിൽ ഷിജീഷ് UK സുരേഖയുടെ അഭിമുഖമെടുത്തു. അതിലവർ പറയുന്നുണ്ട്, താൻ താണ്ടിയ കനൽ വഴികൾ, താൻ താണ്ടിയ മേഖലകൾ, ഒടുവിൽ ജീവിതം വലിയ വിജയത്തിലേക്ക് പോയ സംഭവം, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു സുരേഖ.